ഹലോ ഗായ്സ്, നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്. എനിവേസ് ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് 4 പേര് ഇവിടെ മീറ്റപ്പ് പോയിക്കാന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ 2 പേര് വന്നിട്ട് ഒരാൾ വന്നില്ല. അവളുടെ വീട്ടിൽ അവളുടെ കുറച്ച് ബന്ധുക്കൾ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് അവൾ ഒഴിഞ്ഞു മാറിയത്. സോ നമ്മൾ വിചാരിച്ചു അവളുടെ വീട്ടിൽ അങ്ങോട്ട് പോയിട്ട് അവളെ പറ്റിക്കാം, അല്ലെങ്കിൽ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. വാ വാ വാ. ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോയി റെഡി ആയിട്ട് വരട്ടെ ഗൈസ്. അതിനുശേഷം വീട്ടിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ഒരബദ്ധം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെടുത്ത് റെക്കോർഡ് ചെയ്തതിലൊന്നും നമ്മൾ സംസാരിക്കുന്നതൊന്നും കേട്ടുകൂടാ. അതാണിപ്പോൾ വോയിസ് ഓവർ കൊടുക്കേണ്ട അവസ്ഥ വന്നത്. ദെൻ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നിട്ടാണ് പോയത്. ഇവിടെ നിന്ന് കുറച്ച് അധികം ദൂരം ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, നടന്നാണ് പോയത്. താഴെക്കൂടി ലൈക്ക് വയൽ വഴിയിട്ടാണ് പോയത്. ലൈക്ക് മെയിൻ റോഡിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. ആ സമയത്ത് ഒരു 12:30 ആ ഒരു സമയത്താണ് പോയിരുന്നത്. ഇതാകുമ്പോഴത്തേക്കും നല്ല തണൽ കാണും. മനുഷ്യ ഒരു പൂച്ചയെ പേടിപ്പിച്ച് ഓട്ടിക്കുന്ന വീഡിയോ ഇങ്ങനെ എടുത്തതാണ് വെറുതെ അത്. എന്നിട്ട് നമ്മൾ പോയിട്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വെയിലുണ്ടായിരുന്നു. തേരി കയറുന്നതിൻ്റെ സങ്കടം കൂടി ഞാൻ മറന്നു. എനിക്ക് തേരി കാണിച്ചാൽ വലിയ തേരിയാണ്, ഇങ്ങനെ ശബ്ദം കേൾക്കാൻ മനസ്സിലാവും ഗൈസ്. ആ തേരി കയറി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നടന്ന് വരുന്ന വഴിക്ക് ആദ്യം കണ്ടു. സോ അവൾ കാണുന്നത് നമ്മൾ അവിടെ ഒളിച്ചിരിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത്, ഇരിക്കുന്നത്. ഇടി നിഴല് വേണം ഗൈസ്. പുല്ലിൻ്റെ ഇടയിലൊക്കെയാണ് നിൽക്കുന്നത് ഗൈസ്. അത് നമ്മൾ വിചാരിച്ചു ആദ്യം വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പറ്റിക്കാൻ. കാര്യം ലൈക്ക് അവളിപ്പോൾ എന്തായാലും അടുത്തെത്തിയല്ലോ. സോ അവളുടെ വീട്ടിലോട്ട് പോകുന്നത് നടക്കില്ല എന്ന് വിചാരിച്ചു. പിന്നെ അവൾ കുറേ നേരം അവിടെ നിൽക്കുന്നത് കണ്ട് നമ്മൾ വിചാരിച്ചു ശരി വീട്ടിലോട്ട് പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് അവിടെ ഒളിച്ചിരുന്ന സമയത്ത് ആദ്യം അനുഷയുടെ പിങ്ക് ഡ്രസ്സ് കണ്ടു. സോ അവൾ സ്പോട്ടിൽ നമ്മൾ വിളിച്ചു. അപ്പോൾ നമ്മളില്ല, നമ്മൾ ജസ്റ്റ് വേറൊരു സ്ഥലത്ത് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവളുടെ ശ്രദ്ധ ഒന്ന് മാറിയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് നടക്കുകയാണ് തിരിച്ച് അവളുടെ വീട്ടിലേക്ക്. ആദ്യം പുറകിൽ നിന്ന് വരുന്നുണ്ട് അവളുടെ ചേച്ചിയായിട്ട്. അപ്പോൾ നമ്മൾ പറ്റുന്നത്ര സ്പീഡിൽ നടക്കുകയോ ഓടുകയൊക്കെ ചെയ്യാം. സൈഡിലാണ് കണ്ടത്. നമ്മളെ വിളിക്കാം, അല്ലെങ്കിൽ അവൾ വിചാരിക്കും വേണ്ട ആരും വിളിക്കണ്ട, വീട്ടിൽ പോയി നിൽക്കുക. മാമനും അപ്പനും അമ്മൂമ്മയൊക്കെ കാണും. അതിലൊന്നോ എനിക്ക് അറിഞ്ഞൂടാ അവിടെ എന്താണ് സത്യമാണോ കള്ളമാണോ പറഞ്ഞെന്ന് അറിഞ്ഞൂടാ. യെസ്, എൻ്റെ കൂടെ കൂട്ടി വന്നോളാം. ഒന്നുകൂടെ പറയും. അവളാണെങ്കിൽ അവളെ കൊല്ലും. നമുക്ക് അവിടെ പച്ചക്ക് കത്തിക്കാടി. നമ്മൾ അത്ര എഫേർട്ട് അവിടെ വീടെത്താറായി, അവളിങ്ങ് എത്താറായെന്ന് തോന്നുന്നു പറഞ്ഞു ഗൈസ്. ആദിത്യയുടെ അടുത്ത് വേറൊരു വീടുണ്ട്, നമുക്കറിയാവുന്നുള്ളൊരു നമ്മുടെ ജൂനിയർ ആയിരുന്നു. അപ്പോൾ അവളുടെ വീട്ടിലോട്ടൊന്ന് കയറി. കാര്യം ആദ്യത്തെ വീട്ടിലെത്തിയിട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു. ഇവിടെ കയറി നിന്നപ്പോഴത്തേക്കും അവൾ നമ്മുടെ ചെരുപ്പ് കണ്ടെന്ന് തോന്നുന്നു പുറത്ത്. ഇവിടെ നിന്ന് ആൻറ്റിയെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണമുണ്ട്. പോയില്ല. അത് അവളാ ആൻറ്റിയാ ചേച്ചി. നമുക്ക് പുറത്തുകൂടെ അന്നിറങ്ങിയത് ചെറിയോട്ട് കാണിച്ചു കൊടുക്കില്ല. ഗൈസ് അത് കഴിഞ്ഞ് ആൻറ്റി നമുക്ക് കുടിക്കാൻ നാരങ്ങ വെള്ളവും ബിസ്ക്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചില്ല, അവർ കഴിച്ചു. എന്നിട്ട് എന്താ നമ്മൾ ലൈക്ക് സായു ഇങ്ങനെ നോക്കുകയാണ് ആദ്യം അവിടെ പുറത്തുണ്ടോ, അങ്ങോട്ട് പോകാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ എന്നിട്ട് ആൻറ്റിയോട് കുറച്ച് സംസാരിച്ച് നിന്നു കുറച്ച് നേരം. ലൈക്ക് നൈസാണ്, നമ്മളെ അറിഞ്ഞുകൂടാ ആൻറ്റിക്ക്. ബട്ട് നല്ല നൈസായിട്ട് നന്നായിട്ടാണ് ആൻറ്റി ട്രീറ്റ് ചെയ്തത്. ഭയങ്കര സ്നേഹം മാത്രം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി. ഇവിടെ ആദ്യം വീടെത്തിയിട്ടുണ്ട്. പൊട്ടി കിടന്ന് ഭയങ്കര കോരയാണ്, പെട്ടെന്ന് കയറാം. ഗൈസ് അത് കഴിഞ്ഞ് ആദ്യയുടെ വീട്ടിലോട്ട് കയറി. സർപ്രൈസ് വലുതായിട്ടൊന്നും ആയില്ല. കാര്യം അവൾ ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്നല്ലോ നമ്മൾ ചെല്ലും, അതുകൊണ്ട് അവൾ തീരുമാനിച്ചു. സംസാരിച്ചോണ്ടിരുന്നില്ലേ ആൻറ്റി കണ്ടുപിടിക്കുന്ന ആൻറ്റിയുടെ വീട്ടിൽ ഇരിക്കുക. ആൻറ്റിയുടെ ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു ആൻറ്റി 3 പേര് പോയാ എടി മിഞ്ഞോ
ആഡ് ചെയ്യാൻ ആ നമ്മൾ ക്ലോസപ്പിൽ ആഡ് ചെയ്യാൻ പോകുന്ന നീ പാടിപ്പോ ഇങ്ങനെ വിളിച്ചിരിക്കും നല്ല താമസിച്ചു. കാര്യം ആദ്യത്തെ സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും വലുതായിട്ട് നടന്നില്ല. കാര്യം നമ്മളൊരു പെട്ടെന്നെല്ലാം ഇങ്ങനെ എന്താ പറയുക പെട്ടെന്ന് തീരുമാനിച്ചാണ്. അതുകൊണ്ട് എല്ലാം ഫ്ലോപ്പായി. ബട്ട് കാണാൻ പറ്റി അവളെ, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് വീടെത്തിയത്. ദെൻ ഫുഡ് കഴിച്ചപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പോൾ നീ പോകുന്നില്ലേ? ഇനി ഇവിടെ ഇറങ്ങും നമുക്ക് ഏതോ അല്ല ഒട്ടും പോകണ്ട, ബട്ട് ടൈം ആയല്ലോ, നേരെ വീട്ടിലെത്തണമല്ലോ. സോ അതുകൊണ്ട് അവൾ ഇറങ്ങിപ്പോൾ നീ ഞാനിപ്പോൾ പോകും. കുഴപ്പമില്ല, കുറച്ച് നല്ല മെമ്മറീസ് ഒക്കെ കിട്ടി. അങ്ങനത്തെ പട്ടിയുടെ കടിയില്ലാത്ത കുറച്ച് നല്ല മെമ്മറീസ് ഒക്കെ കിട്ടി. സോ ഇത് ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണും. സോ നിങ്ങളതൊക്കെ ക്ഷമിച്ച് തരിക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.